ഇപ്പോൾ ഭാര്യ ഷഹനാത്തിൻ്റെ ബന്ധു സിറാജ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. സിറാജ്, എന്താണ് സംഭവിച്ചത്? ഹലോ. എന്താ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇയാൾ ഈ കുട്ടിയെ കൊന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇത് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നമാണോ? ഇത് നേരത്തെ ഉണ്ടായ വിഷയമാണ് ഇത്. ഇത് ഒരു വിവാഹത്തെ കേസ് കൊടുത്ത വിവാഹ പേരിൽ കേസ് കൊടുത്തിരുന്നു ഇതിന്റെ ആദ്യം. ഉം. അപ്പോ ഇത് തുടർച്ചയായിട്ട് പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് തുടർച്ചയായിട്ട് ആക്രമിക്കും, ഉപദ്രവിക്കും. ഇതിന്റെ മുമ്പ് ഉപദ്രവിക്കും. ഹലോ. കേൾക്കാം കേൾക്കാം. ഈ ഹലോ. ഷഹാനത്തും ഇയാളും പ്രേമവിവാഹമായിരുന്നോ? പ്രേമവിവാഹമായിരുന്നു. അത് എത്ര കൊല്ലം മുമ്പാണ്? അത് 2021. 2021. അപ്പോൾ ആ, ഇയാൾക്കൊരു 21 വയസ്സൊക്കെ അല്ലേ ആ സമയത്ത് ഉണ്ടാവുള്ളൂ അല്ലേ? ഇത്രേ ഉണ്ടാവും. പിന്നെ ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ അതിക്രമം ഉണ്ടോ? എന്ന് വെച്ചാൽ ഭാര്യയെ അടിക്കാറുണ്ടോ ഇയാള്? ശേഷമാണ് ഈ അതിക്രമം തുടങ്ങിയത്. അതറിയില്ലായിരുന്നോ ഷഹനാത്തിന് നേരത്തെ ഇയാൾ ഇങ്ങനെ ഒരു അക്രമകാരിയാണെന്നുള്ള കാര്യം? ഇല്ല, അറിയില്ല. അതിന്റെ മുമ്പ് സ്നേഹത്തോടുള്ള സംസാരങ്ങൾ മാത്രമായിരുന്നു. ഉം. ഏഹ് ഇയാളുടെ വീട് എവിടെയാണ്? വീട് ഉദ്രംപോയില്. ഇത്രയും അവരുടെ കുടുംബക്കാരെയൊന്നും നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? കുടുംബക്കാരും അറിയില്ല. ഇത് ഇങ്ങനെ വിഷയം ഉണ്ടായിട്ട് 6 മാസത്തിന് ശേഷമാണ് ഞങ്ങൾ തന്നെ അറിയണത്. ഇങ്ങനെയൊക്കെ ഇവര് പ്രണയത്തിലാണെന്നുള്ള കാര്യം തന്നെ ഞങ്ങൾ 6 മാസം കഴിഞ്ഞിട്ടാണ് അറിയണത്. ഈ കുട്ടിയെ ഇയാൾ ഇടയ്ക്കിടെ മർദ്ദിക്കാറുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ പോലീസിൽ പരാതി കൊടുത്തിരുന്നോ? പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പരാതി അപ്പോൾ എന്താ പോലീസ് പറയുന്നത്? പോലീസ് ചില കേസുകളൊക്കെ അപ്പൊ തന്നെ ചിലപ്പോ പോയിട്ട് എന്താണ് എന്ന് ചോദിക്കും. ആ. എന്താണ് വിഷയങ്ങൾ, ഇത് നിരന്തരം ഒരു ആഴ്ചയില് 2 തവണ എന്നുള്ള ഒരു രീതിയിലൊക്കെ ആയിരുന്നു. ഇത് പോലീസിൽ ഞങ്ങള് പരാതിയല്ല, ഒരു കൊടുത്തിരുന്നു. അവിടെ പോയി പറയും, പോലീസ് സ്റ്റേഷനിൽ പറയും ഇങ്ങനെ കുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ട്, കുട്ടിയും കുഞ്ഞിനെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട്, അപ്പോ നിങ്ങൾ എന്തേലും ഒന്ന് ചെയ്ത് തരണം. അവിടെ നിർത്താൻ ഞങ്ങൾക്ക് കുട്ടീനെ, ഇവളെ ശവാനത്തിനെയും കുട്ടീനെയും ഞങ്ങൾക്ക് അവിടെ നിർത്താൻ കഴിയില്ല, ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ സാറുമാരൊന്ന് ഇതിലൊന്ന് ഇടപെട്ടാണ് ഞങ്ങൾക്ക് അതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം എന്ന് പറയും. ഉം. അപ്പോൾ അവിടെ പോയിട്ട് സംസാരിക്കും, ഒന്നില്ലെങ്കിൽ സംസാരിക്കും, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് സംസാരിക്കും സാറുമാര്. ഉം. അപ്പൊ അങ്ങനെ ആയതിനു ശേഷമാണ് പിന്നെ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് തന്നെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് ഇവിടെ തന്നെ ആയിരുന്നു. ഉം. ഇപ്പൊ കുട്ടി മാതാവും ഇവിടെ തന്നെയായിരുന്നു, ഉം. ഞങ്ങളെ വീട്ടിൽ തന്നെയായിരുന്നു. ഉം. ഒരു വർഷത്തോളം, 1.5 വർഷത്തോളം ഇവിടെ തന്നെ ആയിരുന്നു. ഉം. അതിനുശേഷം ഇവിടെ എന്തോ സ്കൂളിൽ അവിടുത്തെ ചെറിയ കുട്ടികളെന്തോ പരിപാടി ഉണ്ട്, പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് 1 മാസം മുമ്പ് തന്നെ ഇവിടെ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാക്കി തരാന്ന് പറഞ്ഞാണ്ട് കൊണ്ടുപോയെന്നാ. ഉം. എന്നിട്ട് അവിടെ എത്തിയത് മുതലേ ഉപദ്രവമാണ്. ഇവരെന്തെങ്കിലും ഒന്ന് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവരെ മാതാവിനെ എന്ത് ചെയ്യും, വീട്ടിന്റെ ഉള്ളില് റൂമിൽ എവിടെയെങ്കിലും റൂമിൽ കൊണ്ടുപോയിട്ട് പൂട്ടിയിടും, അല്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് നെക്കും. ഉം. എന്നിട്ട് കുട്ടിയെ അപ്പുറത്തെ റൂമിലോ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നല്ല അടിക്കും, ഉപദ്രവിക്കും. അതിനുശേഷം അയൽവാസികൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവര് ഇതൊക്കെ ഒന്നുമില്ല, കുട്ടി അവിടെ വീണതാണ്, ഇവിടെ വീണതാണ്, അതിനാണ് കരയണെന്ന് പറഞ്ഞാണ്ട് അവരെ മടക്കി അയക്കും. അയൽവാസികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ മടക്കി അയക്കും. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത്. അവര് കുട്ടിന്റെ മാതാവ് ഇത് വീട്ടിൽ പറയാന്ന് ശ്രമിച്ചാല് പിന്നെ കുട്ടി മാതാവിനും മർദ്ദനാണ്, കുട്ടിക്കും മർദ്ദനാണ്. ഉം. അപ്പോൾ അവസാനം കൂട്ടിക്കൊണ്ടുപോയി 2 ദിവസത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. പക്ഷേ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഒരു പരാതി കൊടുക്കാൻ പോലും കഴിഞ്ഞില്ല. അവര് പിന്നെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫോൺ ചെയ്താൽ എടുക്കില്ല, കുട്ടിനെ ഇതാക്കില്ല, കാണിച്ചു തരില്ല. മാതാവ് വിളിച്ചു കഴിഞ്ഞാല് എന്താ പറ്റില്ല എന്ന് പറയും, കാണാൻ പറ്റില്ല എന്ന് പറയും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പൊ അതിന് ശേഷം 1 ആഴ്ച മുമ്പ് എന്താ കുട്ടിയുടെ മാതാവും എന്താ ഈ ഈ കുട്ടിന്റെ ഉമ്മയും ഉമ്മാന്റെ ഏട്ടത്തിമാരും അനിയത്തിമാരൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിട്ട് പോയി, വീട്ടിലേക്ക് കാണാൻ പോയി. അപ്പൊ തന്നെ കുട്ടിന്റെ ശരീരത്തിലെ പരിക്കൊക്കെ കണ്ടിട്ട് കുട്ടീനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പോഴൊന്നും ഇവര് വിടുന്നില്ല.
ഇവരെങ്ങനെയാണെങ്കിലും തരില്ല എന്ന് തന്നെ പറയണേ. ഇതിന്റെ ഏതറ്റം വരെ പോയാലും അവർ കുട്ടിയെ തരൂല. പിടിച്ച് വലിച്ചാണ്ട് കൊണ്ടുപോവാ അകത്തേക്ക്. കുട്ടിനെ കാണണ്ട, നിങ്ങൾ കുട്ടിനെ കാണണ്ട, കുട്ടിനെയും തള്ളനെയൊന്നും കാണണ്ട, മാതാവിനെ നിങ്ങൾ കാണണ്ടെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വലിച്ചു കൊണ്ടുപോവാ. ഷഹാനത്തിന് എന്തെങ്കിലും അസുഖമോ വല്ലതും ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു സൗണ്ട് ബൈറ്റ് കേട്ടു. ഇല്ല, ചെറുപ്പത്തില് ഒരു ചെറുതാവുമ്പോ ഒരു അസുഖം വന്നതിന്റെ ഒരു പേരിൽ ഇനി വരാതിരിക്കാൻ വേണ്ടിട്ട് ഒരു എന്തോ ഒരു മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് അല്ലാതെ പ്രത്യേകമാ വാൾബിന് എന്തോ. ഷഹാനത്തും കുട്ടിയെ അടിക്കാറുണ്ടെന്ന് അങ്ങനെ ഒരാൾ പറയുന്നത് കേട്ടു. ഇല്ലല്ല, കുട്ടികളെ എന്തെങ്കിലും ഈ കളിക്കുമ്പോ ജസ്റ്റ് ഒന്ന് അങ്ങനെ കുട്ടികളെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്യാന്നല്ലാതെ അങ്ങനെ ഒരു എന്തേലും പറ്റണോ അല്ലെങ്കിൽ കുട്ടിക്ക് നോവണം എന്ന് കരുതിയാണ്ട് മാതാവ് ചെയ്തിട്ടില്ല, കുട്ടികളെ ചെയ്തിട്ടില്ല. ഇവിടുന്നാണേലും ചെയ്തിട്ടില്ല, അവിടുന്നാണേലും ചെയ്തിട്ടില്ല. സിറാജ് ഭാര്യ ഷഹാനത്തിന്റെ ബന്ധുവാണ് സംസാരിച്ചത്. നന്ദി സിറാജ്.